നടിയും സംവിധായികയുമായ രേവതിക്കിന്ന് 57ാം പിറന്നാൾ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിൽ സജീവ സാന്നിധ്യമായ രേവതി മലയാളികളുടെ ഓർമ്മയിലെന്നും എപ്പോഴും വന്നു നിൽക്കുന്നത് കിലുക്കത്തിലെ നന്ദിനിയായാണ്. മോഹൻലാലിന്റെ ജോജിയെയും ജഗതി ശ്രീകുമാറിന്റെ നിശ്ചലിനെയും വട്ടം ചുറ്റിക്കുന്ന ഭ്രാന്തി പെണ്ണിന്റെ ഭാവമേളങ്ങളാണ്. ആശ കേളുണ്ണി എന്നാണ് രേവതിയുടെ യഥാർത്ഥ പേര്. ആർമി മേജറായിരുന്ന കേളുണ്ണിയുടെയും ലളിതയുടെയും മകളായി 1966 ജൂലൈ 8 കൊച്ചിയിലാണ് രേവതി ജനിച്ചത്. 1983 സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ തന്റെ 17ാം വയസ്സിലാണ് മൺവാസനി എന്ന ചലച്ചിത്രത്തിലൂടെ അവർ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കാലെടുത്തു വെച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ അന്നവർ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കുകയും അന്നത്തെ പ്രമുഖ തമിഴ് മാഗസിന്റെ മുഖചിത്രമായി രേവതിയുടെ ഫോട്ടോ അച്ചടിച്ചു വരികയും ചെയ്തു. തമിഴകത്തെ പ്രശസ്തനായ സംവിധായകൻ ഭാരതി രാജ ഈ മുഖചിത്രം കാണാൻ ഇടവരികയും തന്റെ പുതിയ ചിത്രമായ മൺവാസനയുടെ നായികയായി രേവതിയെ കാസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1983 പുറത്തിറങ്ങിയ ചിത്രം വൻ വിജയമാവുകയും ദക്ഷിണേന്ത്യയിലെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് രേവതിക്ക് സമ്മാനിക്കുകയും ചെയ്തു. തമിഴകത്തെ അഭിനയ ജീവിതത്തിന്റെ വിജയകരമായ തുടക്കവുമായി മലയാളത്തിലേക്ക് വന്ന രേവതിയെ അതേ വർഷം തന്നെ കാറ്റത്തെ കിളിക്കൂട് എന്ന മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളിയും സ്വീകരിച്ചു. അടുത്ത വർഷം, അതായത് 1984 അവർ സീതമ്മ പെല്ലി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ തെലുങ്കിലേക്കും സാന്നിധ്യം അറിയിച്ചു. കൈ കൊടുക്കും കൈ, കിഴക്കുവാസൽ, വൈദേഹി കാത്തിരുന്താൽ എന്നീ ചിത്രങ്ങളിലൂടെ തമിഴിലെ സൂപ്പർ നായിക പദവിയിലേക്ക് ഉയർന്ന രേവതി 1986 പുറത്തിറങ്ങിയ മണിരത്നം ചിത്രം മൗനരാഗത്തിലൂടെ നിരവധി അവാർഡുകൾ തമിഴകത്തിന് സമ്മാനിക്കുകയും ചെയ്തു. 1992 ഭരതൻ ചിത്രം തേവർ മകനിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡും രേവതി കരസ്ഥമാക്കി. 1990കളുടെ തുടക്കം രേവതിയുടെ അഭിനയ ജീവിതത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. കിലുക്കം, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, വരവേൽപ്പ്, അദ്വൈതം, ദേവാസുരം, മായാമയൂരം, അഗ്നിദേവൻ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി രേവതി മാറി. മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ 2002 അവർ സംവിധായികയായി അരങ്ങേറ്റം കുറിച്ചു. അക്കൊല്ലത്തെ ഇംഗ്ലീഷ് സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും അവർ കരസ്ഥമാക്കി. മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഈ ചിത്രത്തിലൂടെ നടി ശോഭനയ്ക്കാണ് ലഭിച്ചത്. ഫിർ മിലേംഗെ എന്ന മറ്റൊരു ഹിന്ദി ചിത്രവും അവർ സംവിധാനം ചെയ്തു. ആന്തോളജി ഫിലിമായ കേരള കഫേയിലെ മകൾ എന്ന ചിത്രം സംവിധാനം ചെയ്തതും രേവതിയായിരുന്നു. മാർഗരിത വിത്ത് സ്ട്രോ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അവർ ഏറെ പ്രശംസ നേടിയിരുന്നു. 2022 ഭൂതകാലത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചു അവർക്ക്. വീരജവാൻ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം ആധാരമാക്കിയ ഹിന്ദി, തെലുഗു പതിപ്പുകളിലിറങ്ങിയ മേജർ എന്ന ചിത്രത്തിലെ അമ്മ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. രേവതിയുടെ സിനിമാ ജീവിതത്തെ അഭിനേത്രി എന്ന നിലയിൽ മാത്രം അടയാളപ്പെടുത്താനാകില്ല. അവർ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അതിലും എത്രയോ വലുതാണ്. രേവതിക്ക് ജന്മദിന മംഗളങ്ങൾ.